ഹലോ ഗൈസ്, ജിദ്ദൂസ് ഗാരേജിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് യമഹ എഫ് സിയുടെ വാൾവ് ക്ലിയറൻസ് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. എഫ് സിയുടെ നല്ല ഈ എഞ്ചിൻ യൂസ് ചെയ്യുന്ന എല്ലാ വണ്ടികൾക്കും സെയിം മെത്തേഡ് തന്നെ ഉപയോഗിക്കുക. വാൾവ് വരുന്നത് നമ്മളെ ഹെഡിൻ്റെ മേളിലായിട്ടാണ്, ഇതാ ഈ ഭാഗത്തായിട്ടാണ് വാൾവ് വരുന്നത്. അതിൻ്റെ ക്ലിയറൻസ് അല്ലെങ്കിൽ ടാപ്പറ്റിൻ്റെ ക്ലിയറൻസ് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. സാധാരണ ഇതിൽ യമഹ റെക്കമെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ മാനുഫാക്ചർ റെക്കമെൻഡ് ചെയ്യുന്ന രീതിയിൽ 3000 കിലോമീറ്ററിൽ ഇൻസ്പെക്ഷൻ അല്ലെങ്കിൽ 5000 കിലോമീറ്ററിൽ ഇൻസ്പെക്ഷൻ എന്നൊക്കെ പറയും. പക്ഷെ നമുക്കത് പ്രാക്ടിക്കലി ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇത് ചെക്ക് ചെയ്യാനും ആണെങ്കിൽ ഇൻസ്പെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ പണി സെയിമാണ്. അപ്പോൾ നമ്മളിത് ഇൻസ്പെക്ട് ചെയ്യുന്ന സമയത്ത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള രീതിയിൽ ഒരു മേജർ സർവീസിൻ്റെ കൂടെ അല്ലെങ്കിൽ 30,000 കിലോമീറ്റർ സർവീസിൻ്റെ കൂടെ നമുക്കിതൊന്ന് ഇൻസ്പെക്ട് ചെയ്യാം, അതുപോലെ അഡ്ജസ്റ്റ് ചെയ്യാം. അതെങ്ങനെ ചെയ്യാം, എന്തൊക്കെ ടൂൾസ് വേണം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് വീട്ടിൽ വെച്ചിട്ട് തന്നെ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. അതിനായിട്ട് ആദ്യം വേണ്ടത് സൈഡ് പാനലും കാര്യങ്ങളെല്ലാം അഴിക്കണം, പിന്നെ വാൾവ് കവർ അഴിക്കണം. വാൾവ് ക്ലിയറൻസ് കൂടിക്കഴിഞ്ഞാലും കുറഞ്ഞു കഴിഞ്ഞാലും വണ്ടിയുടെ പെർഫോമൻസിനെ നെഗറ്റീവായിട്ട് ബാധിക്കും. അതായത് വാൾവ് ഫേസിലൊക്കെയാണ് തേയ്മാനം വരുന്നതെന്നുണ്ടെങ്കിൽ കുറയാനും, അതുപോലെ വാൾവിൻ്റെ ഹെഡിലും വാൾവിൻ്റെ ടിപ്പിലും റോക്ക് റാമിലൊക്കെ തേയ്മാനം വരികയാണെന്നുണ്ടെങ്കിൽ വാൾവ് ക്ലിയറൻസ് കൂടിപ്പോകാൻ സാധ്യതയുണ്ട്. വാൾവ് ക്ലിയറൻസ് കൂടിക്കഴിഞ്ഞാൽ, അതായത് ലിമിറ്റിനപ്പുറം പോയി കഴിഞ്ഞാൽ വാൾവ് പ്രോപ്പറായിട്ട് ഓപ്പൺ ആവാത്തൊരവസ്ഥ വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് വരുന്ന ഫ്രഷ് ചാർജിൻ്റെ അളവും പോകുന്നതിൻ്റെ അളവും എല്ലാം കുറയും, വണ്ടിയുടെ പെർഫോമൻസ് സ്വാഭാവികമായിട്ട് കുറയും. ഇനി അതല്ല, വാൾവ് ക്ലിയറൻസ് കുറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ക്ലിയറൻസ് കുറവാണെന്നുണ്ടെങ്കിൽ ഹൈ സ്പീഡിൽ എൻജിൻ വർക്ക് ചെയ്യുന്ന സമയത്ത് വാൾവിന് ക്ലോസ് ആവാൻ വേണ്ട രീതിയിലുള്ള സമയം കിട്ടില്ല. അതായത് വാൾവ് പാർഷ്യലി ഓപ്പൺ ആവും, ഫ്രഷ് ചാർജ് അല്ലെങ്കിൽ കംപ്രഷൻ വേണ്ട രീതിയിൽ കിട്ടാതെ അപ്പോഴും വണ്ടിയുടെ പെർഫോമൻസ് കുറയും. അപ്പോൾ ഇത് സ്പെസിഫൈഡ് അളവിൽ നിർത്തുക എന്നുള്ളത് അത്രയും പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ്. അതെങ്ങനെ ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. പിന്നീട് വേറൊരു പോയിൻ്റ് പറയാനുള്ളത്, FC V2 V3 FA വരുന്ന വണ്ടികളിലുള്ള ചെറിയ ഹെഡ് നോയ്സ്, വാൾവ് വർക്ക് ചെയ്യുന്ന ഒരു സൗണ്ട് ഉണ്ട്. ആ സൗണ്ട് വാൾവ് ക്ലിയറൻസ് അഡ്ജസ്റ്റ് ചെയ്താൽ സോൾവ് ആവുന്നുള്ള പ്രതീക്ഷ വേണ്ട, സോൾവ് ആവില്ല. ഇതിന് വാൾവ് ലിഫ്റ്റ് V1 അപേക്ഷിച്ച് കുറച്ച് കൂടുതലാണ്, അതുകൊണ്ടാണ് ഈ ശബ്ദം വരുന്നത്. ഈ ഒരു സൗണ്ട് വണ്ടി വാങ്ങിച്ചെന്ന പോലെ നമ്മൾ എത്ര കാലം ഉപയോഗിക്കുന്നു അത്രയും കാലം നമ്മൾ സഹിച്ചേ പറ്റുള്ളൂ. ഇത് നമ്മൾ അബ്നോർമലായിട്ടുള്ള സൗണ്ടിൻ്റെ കാര്യം മാത്രമാണ് സംസാരിക്കുന്നത്, മറ്റത് അതിൻ്റെ നോർമൽ സൗണ്ടാണ്. അടുത്തായിട്ട് നമുക്ക് വർക്ക് ചെയ്യാനുള്ള ടൂൾസ് നോക്കാം. ഈ ഫ്രണ്ടിൽ 2 റാം സ്കൂപ്പുകൾ, ടാങ്കിൻ്റെ കവർ, 2 സൈഡ് കവർ, സീറ്റ്, ഇത്രയും സാധനങ്ങൾ അഴിച്ചു കഴിഞ്ഞാൽ നമുക്കിലേക്ക് ആക്സസ് കിട്ടുള്ളൂ. അപ്പോൾ അത് അഴിക്കാനായിട്ടൊരു സ്റ്റാർ സ്ക്രൂ ഡ്രൈവർ, ഒരു അലങ്കി സെറ്റ്, അതുപോലെ 12-13 റിംഗ് സ്പാനർ, അല്ലെങ്കിൽ ചില വണ്ടികൾക്ക് 10-11 10-11 റിംഗ് സ്പാനർ, ഇത്രയും ടൂൾസ് ആവശ്യമാണ്. അത് നമ്മൾ നോർമൽ ചെയ്യുന്ന കാര്യം. നമുക്ക് സ്പെഷ്യലായിട്ട് കുറച്ച് ടൂൾസ് കൂടെ ഇതിനാവശ്യമാണ്, അത് നോക്കാം. അതിൽ മെയിനായിട്ടുള്ള സാധനമാണ് ഫീലർ ഗേജ്. ഇത് നമ്മൾ പൊതുവെ കണ്ടിട്ടുണ്ടാവില്ല, ഒരു ടൂളാണ്. ആ ഒരു വാൾവിൻ്റെ ഗ്യാപ്പ് മെഷർമെൻറ്റ് അളക്കാനുള്ളതാണ് ഫീലർ ഗേജ്. പിന്നെ നമുക്ക് ഇതുപോലെ ഒരു വാഷറും ഒരു പ്ലെയറും വേണം. അതെന്തിനാന്ന് വെച്ചാൽ നമ്മളെ ഫ്ലൈ വീലിൻ്റെ ക്യാപ്പും അതേപോലെ ടൈമിങ്ങിൻ്റെ ഇൻസ്പെക്ഷൻ ക്യാപ്പും അഴിക്കാനായിട്ട് ഇത് പ്ലെയറിലിട്ട് പിടിച്ചിട്ട് അഴിച്ചു കൊടുക്കാൻ കാണിച്ചു തരാം. പിന്നെ സ്പാർക്ക് പ്ലഗിൻ്റെ സ്പാനർ ഫ്ലൈ വീല് കറക്കാനും, അതുപോലെ കംപ്രഷൻ കളയാൻ വേണ്ടിയിട്ട് സ്പാർക്ക് പ്ലഗ് അഴിച്ചു വയ്ക്കാൻ. എഞ്ചിൻ കറക്കുന്ന സമയത്ത് ഫ്രീ ആയിട്ട് കറങ്ങണം എന്നുണ്ടെങ്കിൽ കംപ്രഷൻ പോകണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്പാർക്ക് പ്ലഗ് അഴിക്കാൻ വേണ്ടിയിട്ടാണ് സ്പാർക്ക് പ്ലഗ് സ്പാനർ യൂസ് ചെയ്യുന്നത്. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് 8 സൈസുള്ളൊരു സോക്കറ്റ് സ്പാനറാണ്. എൻ്റെ അടുത്ത് ഹാൻഡിൽ കുറച്ച് വലുതാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സെറ്റപ്പ് യൂസ് ചെയ്യുന്നത്. ഹാൻഡിൽ യൂസ് ചെയ്യാം, ചെറിയ രീതിയിലുള്ള സോക്കറ്റ് സ്പാനർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. അത് വെച്ചിട്ട് വേണം നമുക്ക് വാൾവ് കവറിൻ്റെ ബോൾട്ട് അഴിച്ചെടുക്കാനായിട്ട്. അതിന് വേണ്ടിയിട്ടാണ് 8 സൈസുള്ള സോക്കറ്റ് യൂസ് ചെയ്യുന്നത്. എൻ്റെ അടുത്ത് ഈ ഹൈറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആണ് ഞാൻ ഇങ്ങനെ ഒരു സെറ്റപ്പ് യൂസ് ചെയ്യുന്നത്. ഹാൻഡിലുള്ളവർക്ക് ഹാൻഡിൽ യൂസ് ചെയ്യാം, അതൊരു പ്രശ്നമില്ല. പിന്നീട് 8-9 സൈസിൽ റിംഗ് സ്പാനർ വേണം. ഇതെന്താണെന്ന് വെച്ചാൽ വാൾവ് ലൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ടാപ്പറ്റ് ലൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്തായിട്ടുള്ളത് ടാപ്പറ്റ് ഹോൾഡർ. ഇത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും, ചെറിയ റേറ്റേ വരുന്നുള്ളൂ. ഇത് വെച്ചിട്ട് ഇതിൻ്റെ ഈ ഒരു സോക്കറ്റ് കണ്ടോ, അത് വെച്ചിട്ടാണ് നമ്മൾ ടാപ്പറ്റ് ഹോൾഡ് ചെയ്ത് പിടിക്കുക. അതായത് ടൈറ്റ് ചെയ്യുമ്പോൾ തിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ടാപ്പറ്റ് ഹോൾഡ് ചെയ്യാനുള്ള ടൂളാണിത്. ഈ 2 ടൂള് എല്ലാവരും അങ്ങനെ കണ്ടിട്ടുണ്ടാവില്ല. ഒന്നിൻ്റെ പേര് ടാപ്പറ്റ് ഹോൾഡർ, ഒന്ന് ഫീലർ ഗേജ്. രണ്ടും ഒരു 200 രൂപയുടെ റേഞ്ചിൽ വില വരുന്ന സാധനമാണ്. വാൾവ് ക്ലിയറൻസ് അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്ക് ഈ 2 ടൂൾ അത്യാവശ്യമാണ്. ഫീലർ ഗേജ് ആകുമ്പോൾ ഇത് 3 ലീഫേ ഉള്ളൂ. ഇത് കൂടുതൽ ലീഫ് വരും. ഞാനത് ആവശ്യമുള്ളത് മാത്രം എടുത്ത് പുറത്ത് വെച്ചതാണ്. എല്ലാം കൂടി ആകുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ ഭയങ്കര ഡിസ്കംഫർട്ട് ആവും. അപ്പോൾ നമുക്ക് വേണ്ട മെഷർമെൻറ്റിലുള്ള ഫീലർ ഗേജ് മാത്രം മാറ്റി വെച്ചതാണ്. ഓക്കെ, ഇനി വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, ഇതുപോലെ സോക്കറ്റ്, സ്ക്വയർ സോക്കറ്റ് മാത്രം യൂസ് ചെയ്യാം. അതായത് റിംഗ് സ്പാനറിൽ വരുന്ന പോലത്തെ ഇങ്ങനത്തെ മില്ലിങ് സോക്കറ്റുകൾ ഹെഡ് ബോൾട്ട് അയക്കാൻ വേണ്ടി യൂസ് ചെയ്യരുത്. സ്ലിപ്പാവാൻ ചാൻസ് കൂടുതലാണ്. സ്ലിപ്പായി കഴിഞ്ഞാൽ അതിൻ്റെ ബോൾട്ട് റൗണ്ട് ആവും, പിന്നെ നമുക്ക് അഴിച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. എൻ്റെ 1-2 ബോൾട്ട് ഇപ്പോൾ തന്നെ റൗണ്ടായിട്ടായിരിക്കുന്നത്. അതായത് ഇല്ലയെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു സോക്കറ്റ് വാങ്ങിയതിന് ശേഷം മാത്രം വർക്ക് തുടങ്ങുക. അതിന് വലിയ റേറ്റ് ഒന്നും വരുന്നില്ല, 50 രൂപ റേഞ്ചിലേ വില വരുന്നുള്ളൂ. ഇങ്ങനൊരു സോക്കറ്റ് വാങ്ങി കയ്യിൽ കരുതുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വർക്കിലേക്ക് കിടക്കാം. എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ ഓരോന്നായിട്ട് നോക്കാം. നമ്മൾ വാഷർ വെച്ച് അഴിക്കണം എന്ന് പറഞ്ഞാൽ 2 ഗ്യാപ്പ് ഇതാണ്. ഇത് വരുന്ന ടൈമിംഗ് ഇൻസ്പെക്ഷനും ഒന്ന് ഫ്ലൈ വീലിൻ്റെ, വലുത് ഫ്ലൈ വീലിൻ്റെ.
അതിൽ ഫ്ലൈ വീലിൻ്റെ അതിൽ സ്പാനർ ഇട്ടിട്ടാണ് നമ്മൾ എഞ്ചിനെ കറക്കുക. അതുപോലെ മറ്റേ ഹോൾ വഴിയാണ് നമ്മൾ ടൈമിങ്ങിൻ്റെ മാർക്ക് ഇൻസ്പെക്റ്റ് ചെയ്യുക. ഈ മേലെ കാണുന്ന ഈ ഒരു കുറച്ച് ബോൾട്ടുകളുണ്ട്, 5 ബോൾട്ട് ഉണ്ട്. ഇത്രയാണ് നമുക്ക് അഴിക്കാനുള്ളത്. നമുക്ക് സൈഡ് കവർ അഴിച്ചിട്ട് നേരെ സ്റ്റാർട്ട് ചെയ്യാം വർക്ക്. സൈഡ് കവർ ഫസ്റ്റ് അഴിക്കാം. സൈഡ് കവറിന് ഫ്രണ്ടിൽ നിന്ന് അഴിക്കാൻ പറ്റുന്ന 3 സ്റ്റാർ സ്ക്രൂ ആണുള്ളത്. അത് അഴിച്ചിട്ട് ജസ്റ്റ് സൈഡിലേക്ക് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ സൈഡ് കവറിങ് വരും. സ്കൂപ്പ് അഴിച്ചു. ഇനി 2 സീറ്റ്, 2 സൈഡ് കവർ, ടാങ്കിൻ്റെ 2 സൈഡ് കവർ, ഇത്രയാണ് നമുക്ക് അഴിക്കാനുള്ളത്. ഫൈബർ പാർട്ട് മൊത്തം അഴിച്ചു. ഇനി അഴിക്കാനുള്ളത് ഇതിൻ്റെ മുകളിൽ ഏറ്റവും ടോപ്പിലായിട്ട് വരുന്ന 5 ബോൾട്ടുകൾ. ഈ സൈഡിൽ 3 എണ്ണം, ഈ സൈഡിൽ 2 എണ്ണം, ഫ്രണ്ടിൽ 1, അപ്പുറത്ത് 2. ഇത്രയാണ് അഴിക്കാനുള്ളത്. അപ്പോൾ അത് നമുക്ക് അഴിച്ചെടുക്കാം. അത് സ്യൂട്ടബിൾ സ്പാനർ യൂസ് ചെയ്യാം, നമ്മളെ സൗകര്യപ്രകാരം റിങ് ഉപയോഗിക്കാം, സോക്കറ്റ് ഉപയോഗിക്കാം. സ്ലിപ്പ് ആവാത്ത രീതിയിൽ സ്യൂട്ടബിളായിട്ട് നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള സ്പാനർ ഏതോ അത് യൂസ് ചെയ്തിട്ട് അത് അഴിച്ചെടുക്കാം. ഈ സൈഡിൽ 2 എണ്ണം വരുന്നുണ്ട്, അപ്പുറത്തെ സൈഡിൽ 2, ഫ്രണ്ടിൽ 1. ഫ്രണ്ടിൽ അത് അഴിക്കാനായിട്ട് ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഹൈറ്റ് കുറഞ്ഞിട്ടുള്ള സോക്കറ്റോ ഹാൻഡിലോ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് അഴിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതങ്ങ് അഴിച്ചെടുക്കാം. ബോൾട്ടുകളെല്ലാം ലൂസ് ചെയ്ത് കഴിഞ്ഞു. പുറത്തെടുക്കുന്നതിന് മുന്നായിട്ട് എൻജിൻ ബ്രീത്തറിൻ്റെ ഹോസ് കൂടെ വേർപെടുത്തണം. അതായത് ഈ ക്ലിപ്പ് ലൂസ് ചെയ്തിട്ട് ഹോസ് ജസ്റ്റ് പിറകിലേക്ക് തള്ളിക്കഴിഞ്ഞാൽ ഹോസ് കഴിഞ്ഞ് വരും. അതുകൂടെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വാൾവ് കവർ പുറത്തേക്ക് എടുക്കാം. ബോൾട്ടും ബ്രീത്തറിൻ്റെ കണക്ഷനൊക്കെ കഴിച്ചു. ഇതുപോലെ ഇങ്ങോട്ട് സൈഡിലേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ വാൾവ് കവർ പുറത്തേക്ക് എടുക്കാം. അപ്പോൾ നമുക്കിനിയിപ്പോൾ വാൾവിലേക്കുള്ള ആക്സസ് കിട്ടി. ഈ ഓറിങ് കട്ടായിട്ടില്ല എന്നുള്ള കാര്യം ഒന്ന് ഉറപ്പിക്കുക. അത് ലീക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ കട്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ലീക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കിനി വാൽവിൻ്റെ അല്ലെങ്കിൽ ക്ലിയറൻസിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കാം. അതിന് മുന്നേ ആയിട്ട് നമുക്കിനി ചെയ്യാനുള്ളത് ഈ 2 ക്യാപ്പ് അഴിക്കലാണ്. അതായത് വാഷർ പ്ലെയറിൽ ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് ജസ്റ്റ് അഴിച്ചെടുത്താൽ മതി. ഇപ്പോൾ ഞാൻ ലൂസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് അഴിച്ചിങ്ങെടുക്കാം. പ്ലെയറും വാഷറും വെച്ച് ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതുപോലെ വാഷർ യൂസ് ചെയ്തിട്ട് നമുക്ക് തിരിച്ച് കഴിഞ്ഞാൽ അത് അഴിഞ്ഞ് വരും. 2 ഓറിങ് ഉണ്ടാവും, അത് വീണ് പോകാൻ നോക്കുക. അതുപോലെ തന്നെ തിരിച്ചിടുമ്പോൾ അത് മുറിഞ്ഞിട്ടില്ല, കറക്റ്റായിട്ട് ഫിക്സ് ചെയ്യേണ്ടെന്നുള്ള കാര്യം കൺഫേം ചെയ്യാം. അതിനുശേഷം നമുക്ക് സ്പാർക്ക് പ്ലഗ് അഴിച്ചെടുക്കാം. സ്പാർക്ക് പ്ലഗ് അഴിച്ചെടുത്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഫ്രീ ആയിട്ട് എഞ്ചിനെ കറക്കാൻ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ സ്പാർക്ക് പ്ലഗ് ഉണ്ടാകുമ്പോൾ നല്ല ടൈറ്റ് ആയിരിക്കും, ഇങ്ങനെ കടിച്ച് കറങ്ങുള്ളൂ. അപ്പോൾ അത് കൂടി അഴിച്ചെടുക്കാം. സ്പാർക്ക് പ്ലഗ് തിരിച്ച് ഫിറ്റ് ചെയ്യണമെന്ന് ആണെന്നുണ്ടെങ്കിൽ ക്ലീൻ ചെയ്തതിന് ശേഷം തിരിച്ച് ഫിറ്റ് ചെയ്യാം. അതുപോലെ സ്പാർക്ക് പ്ലഗ് ഫുള്ള് സ്പാനർ കൊണ്ട് അഴിക്കരുത്, കുറച്ച് അഴിച്ച് വെച്ചിട്ട് പിന്നെ ബാക്കി കൈ കൊണ്ട് അഴിച്ചെടുക്കുക. സ്പാനർ കൊണ്ട് ഫുള്ള് അഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ തറയിൽ വീഴാൻ ചാൻസ് ഉണ്ട്. തറയിൽ വീണ് കഴിഞ്ഞാൽ പിന്നെ സ്പാർക്ക് പ്ലഗ് മാറ്റേണ്ടി വരും. ഓക്കെ, അത് കഴിഞ്ഞ് നമുക്ക് സ്പാനർ ഇതിനകത്തേക്ക് കയറ്റി വെച്ചിട്ട് ആൻറ്റി ക്ലോക്ക് വൈസിൽ ഇടത്തോട്ട് തിരിച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ഇങ്ങനെ മാർക്ക് കറങ്ങി വരുന്നത് കാണാൻ പറ്റും. അതായത് ഇവിടെ മേലെ ഒരു ബ്രാക്കറ്റിലൊരു മാർക്കുണ്ട്,
അതുപോലെ തന്നെ താഴെ ഒരു മാർക്കുണ്ട്. ഈ 2 മാർക്കാണ് നമുക്ക് അലൈൻ ചെയ്യേണ്ടത്. ഞാനത് പിക്ചറായിട്ട് കാണിക്കാം, ഇതിൽ വിസിബിൾ അല്ല. അതായത് ക്യാം ഷാഫ്റ്റിലൊരു മാർക്കുണ്ട്. ക്യാം ഷാഫ്റ്റിൽ കണ്ട പോലെ തന്നെ ഫ്ലൈ വീലിലൊരു മാർക്കുണ്ട്, എൻജിൻ കേസിലൊരു മാർക്കുണ്ട്. ഇത് വീഡിയോയിൽ കാണില്ല, പിക്ചർ കാണിക്കാം. ആ മൊത്തം മാർക്കുകൾ അലൈൻ ചെയ്ത് വരണം. അതുവരെ ഇത് ഇടത്തോട്ട് കറക്കിക്കൊണ്ടിരിക്കണം. ഓരോ കറക്കലിലും മേലത്തെ മാർക്ക് അലൈൻ ആയിട്ട് വരും, താഴത്തെ മാർക്ക് അലൈൻ ചെയ്ത് വരുന്നവരെ കറക്കണം. ആ മാർക്കെല്ലാം അലൈൻ ചെയ്ത് വന്നു കഴിഞ്ഞെങ്കിൽ മാത്രമേ വാൽവ് ഫ്രീ ആവുള്ളൂ. അപ്പോൾ ഞാനിത് ഓരോ മാർക്കും സെപ്പറേറ്റ് പിക്ചർ കാണിച്ചു തരാം. ഇതാണ് നമ്മൾ ടൈമിംഗ് ഇൻസ്പെക്ഷൻ കവറിൽ 2 മാർക്കുകൾ, ആ ഒരു ഷാർപ്പായിട്ടുള്ള എഡ്ജും ആ ലൈനും. ഇത് ഓരോ കറക്കലിനും ഇത് ഓരോ തവണ അലൈനായിട്ട് വരും. പക്ഷേ മേളിലെ മാർക്ക് അലൈനായി വരണമെന്നുണ്ടെങ്കിൽ 1, 2, 3, 4 കറക്കൽ വേണ്ടി വരും. അതായത് ഓരോ റൗണ്ട് കറങ്ങുമ്പോഴും മേലത്തെ മാർക്ക് വേറെ വേറെ പൊസിഷനിലായിരിക്കും. അതും ഇതും രണ്ടും ഒരുമിച്ച് വരുന്നവരെ ഇടത്തോട്ട് കറക്കിക്കൊണ്ടേ ഇരിക്കുക. മേളിലെ മാർക്ക് ഇതാ ഇതുപോലെയാണ് വരിക. ക്യാം ഷാഫ്റ്റിലെ ഗിയറിലെ മാർക്കും അതുപോലെ ഹെഡിലെ ബ്രാക്കറ്റിൽ വരുന്ന മാർക്കും, ഈ 2 മാർക്കും താഴെ നമ്മൾ കാണിച്ച മാർക്കും, ഇത്രയും മാർക്ക് അലൈൻ ചെയ്ത് വന്നു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് വാൾവ് പിടിച്ചിളക്കി നോക്കുമ്പോൾ വാൾവ് ഫ്രീ ആയിട്ട് കാണാം. അതാണ് നമ്മളെ ക്ലിയറൻസ് പോയിൻറ്റ്. ആ ഒരു അളവിൽ അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്ത് വെച്ചിട്ട് വേണം നമ്മളിതിൽ ക്ലിയറൻസ് സെറ്റ് ചെയ്യാനായിട്ട്. അല്ലാത്ത ഏത് കണ്ടീഷനിലും നോക്കിക്കഴിഞ്ഞാലും വാൾവ് ഒന്നെങ്കിൽ ടൈറ്റ് ആവാം, അല്ലെങ്കിൽ ലൂസ് ആവാം, ഒന്നെങ്കിൽ എക്സോസ്റ്റ് ടൈറ്റ് അല്ലെങ്കിൽ ഇൻടേക്ക് ലൂസ്, ഇങ്ങനെയുള്ള അവസ്ഥ വരാം. അപ്പോൾ ഈ ഒരു പൊസിഷനിൽ വെച്ചിട്ട് തന്നെ വേണം ഇത് സെറ്റ് ചെയ്യാൻ. ഇത് മാറിക്കഴിഞ്ഞാൽ ടൈമിംഗ് തെറ്റും, വണ്ടി സ്റ്റാർട്ടാവാതെ ആവും ചിലപ്പോൾ. ഇതാണ് നമ്മളെ മെഷർമെൻറ്റ് വരുന്നത്. അതായത് ഇൻടേക്കിൻ്റെ ക്ലിയറൻസ് എന്ന് പറഞ്ഞാൽ 0.08 to 0.12 mm, എക്സോസ്റ്റിൻ്റെ 0.12 to 0.16 mm. ഈ ഒരു മെഷർമെൻറ്റിന് ഇടയ്ക്കായിട്ട് വേണം. അതായത് 8 കയറാനും പാടില്ല, 8 ഫ്രീ ആയിട്ട് കയറണം, 12 കയറാൻ പാടില്ല. ആ ഒരു രീതിയിൽ ഇൻടേക്കും. എക്സോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ 12 ഫ്രീ ആയിട്ട് കയറണം, 16ൻ്റെ പുറത്തേക്കൊന്നും 16 കയറാൻ പാടില്ല. ഈ ഒരു അവസ്ഥയിൽ വേണം സെറ്റ് ചെയ്യാൻ. അതിനിടയിലുള്ളൊരു വാല്യൂ ആണ്, അതിനിടയിലുള്ളൊരു ഫീലർ ഗേജ് യൂസ് ചെയ്യാം. 8, 12 എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 10 യൂസ് ചെയ്യാം. 10, 12, 16 എന്ന് പറയുമ്പോൾ 13, 14 അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. ഫീലർ ഗേജിൻ്റെ ഈ ഒരു സർഫസിലായിട്ടാണ് അതിൻ്റെ മെഷർമെൻറ്റ് ചെയ്തിട്ടുണ്ടാവുക. ഇതാണോ 0.13 mm. ഇത് വെച്ചിട്ട് നമുക്ക് എക്സോസ്റ്റ് അളന്ന് നോക്കാം. അതുപോലെ ഒരു 10 mm വെച്ചിട്ട് ഇൻടേക്ക് അളന്ന് നോക്കാം. ഞാൻ 2 വാൾവ് അളന്ന് നോക്കി. 13 എക്സോസ്റ്റിലും 10 ഇൻടേക്കിലും കയറാത്ത അവസ്ഥയാണ്. അതായത് രണ്ടും ലൂസ് ചെയ്യണം. അതിനായിട്ട് ഈ മേലെ കാണുന്ന 2 നെട്ടും അതിനുശേഷം അത് ലൂസ് ചെയ്യുക, ലോക്ക് നെറ്റ് ലൂസ് ചെയ്തതിന് ശേഷം അതിൻ്റെ ടിപ്പ് നമ്മൾ ആ നേരത്തെ കാണിച്ചിട്ടുള്ളൊരു ടൂൾ ഉണ്ടല്ലോ, വാൾവ് അഡാപ്റ്റർ യൂസ് ചെയ്തിട്ട് ഇതുപോലെ അഡാപ്റ്റർ യൂസ് ചെയ്തിട്ട് നമുക്ക് അഴിച്ചെടുക്കാം. പക്ഷേ അത് അഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഡാപ്റ്ററോ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ടൂളോ പൊടിയോ അഴിക്കുന്ന സമയത്ത് ഈ ലോക്ക് നട്ടോ എഞ്ചിനകത്ത് വീണ് പോകരുത്. അതിനകത്ത് വീണ് പോയി കഴിഞ്ഞാൽ പണി കിട്ടും, എഞ്ചിൻ അഴിക്കേണ്ടി വരും, അല്ലെങ്കിൽ വണ്ടി എടുത്ത് തലകുത്തനെ പിടിക്കേണ്ടി വരും. ഇതിലേതെങ്കിലും ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ അത് കിട്ടുള്ളൂ. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ നമുക്കിത് ലൂസ് ചെയ്ത് തുടങ്ങാം. റിംഗ് സ്പാനർ വെച്ചിട്ട് 2 വാൾവും ലൂസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമ്മൾ ഇൻടേക്കിൻ്റെ നെറ്റ് ലൂസ് ചെയ്തു. ഇൻടേക്ക് ആദ്യം ചെയ്യാം. അത് കഴിഞ്ഞ് അഡാപ്റ്റർ വെച്ചിട്ട് അതിൻ്റെ ടാപ്പറ്റ് കൂടെ ലൂസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ലൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നല്ല ഫ്രീ ആയി, അടിക്കുന്ന കണ്ടീഷനായി. ഇനി നമ്മൾ അതിനിടയിലേക്ക് ഷിമ്മ് വെച്ച് കൊടുക്കുക. ഷിമ്മ് മീൻസ് ഫീലർ ഗേജിൻ്റെ 0.10 സൈസിലുള്ള ലീഫ് വെച്ച് കൊടുക്കുക. വാൾവിൻ്റെയും അതുപോലെ റോക്ക് റാമിൻ്റെയും ഇടയിലേക്കേ വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് ഓക്കെ, ഈ കണ്ടീഷനിൽ വെച്ചിട്ടുണ്ട്. ഇനി അത് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യണം, എന്നാൽ ടൈറ്റ് ആവാനും പാടില്ല. അതൊരു മീഡിയം ടൈറ്റിൽ ടച്ചായിട്ട് മൂവ് ചെയ്യണം. ആ ഒരു അവസ്ഥയിൽ വേണം നമ്മൾ ടൈറ്റ് ചെയ്യാനായിട്ട്. നമുക്കിനി ടൂൾ വെച്ചിട്ട് കുറച്ചായിട്ട് ടൈറ്റ് ചെയ്യുക. അതിനൊപ്പം തന്നെ വലിച്ചു നോക്കുക. ഓരോ തവണ ടൈറ്റ് ചെയ്യുമ്പോഴും വലിച്ചു നോക്കാം. ഇപ്പോൾ ഏകദേശം കറക്റ്റായിട്ട് മൂവ് ആവുന്ന കണ്ടീഷൻ ആകുമ്പോൾ നമ്മൾ നെറ്റ് ലോക്ക് ചെയ്ത് കൊടുക്കാം. ആ ഒരു അവസ്ഥയിൽ വെച്ചിട്ട് വേണം നെറ്റ് ലോക്ക് ചെയ്യാൻ. അത് സ്പാനർ വെച്ച് ലോക്ക് ചെയ്യുക. ആദ്യം കൈ കൊണ്ട് ടൈറ്റ് ചെയ്യുക, അത് കഴിഞ്ഞ് സ്പാനർ വെച്ച് ലോക്ക് ചെയ്യുക, എന്നിട്ട് വീണ്ടും ഒന്ന് ചെക്ക് ചെയ്യുക. ഇത് കറക്റ്റാക്കി വയ്ക്കുക. ഓക്കെ, അതായത് ഫീലർ ഗേജ് ലൂസായിട്ട് മൂവ് ചെയ്യാൻ പാടില്ല, ടൈറ്റായിട്ട് മൂവ് ചെയ്യാൻ പാടില്ല. രണ്ടിൻ്റെയും ഇടയിലുള്ളൊരവസ്ഥ. ടൈറ്റ് ആണോയെന്ന് വെച്ചാൽ ടൈറ്റ്, എന്നാൽ ഭയങ്കര ഫ്രിക്ഷനായിട്ട് ഇരിക്കാനും പാടില്ല. ആ ഒരു രീതിയിൽ വേണം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്. അതാണ് അതിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റ് വരുന്നത്. അത് ഇൻടേക്ക് ചെയ്യുക, അതുപോലെ തന്നെ എക്സോസ്റ്റും ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് രണ്ടും ചെയ്തിട്ട് നമുക്ക് നോക്കാം.
ചിലപ്പോൾ നമ്മൾ വീണ്ടും ലൂസ് ചെയ്യേണ്ട ആവശ്യം വരും. കാരണം ലോക്ക് നട്ട് ഇട്ട് ടൈറ്റ് ചെയ്യുന്ന സമയത്ത് മെഷർമെൻറ്റ് മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ വീണ്ടും ചെയ്യേണ്ടി വരും. ഞാനിപ്പോൾ എൻ്റെ ക്യാമറ പിടിച്ച ആളെ ഹെൽപ്പും കൂടി എടുത്താണ്. കാരണം അതിനകത്ത് അത്രയും കൺജസ്റ്റഡ് ആണ്, വർക്ക് ചെയ്യാനായിട്ട് ഒരു സ്ഥലമില്ലാത്ത അവസ്ഥ. എഞ്ചിൻ ഇറക്കി വെച്ചിട്ടാണ് പണിയണമെന്നുണ്ടെങ്കിൽ നല്ല സുഖമാണ്. ടാങ്കും കാര്യങ്ങളും എല്ലാം മേലെ ഉണ്ടാകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ വീഡിയോ എടുക്കലും കൂടി ആകുമ്പോൾ ഒട്ടും സ്ഥലമില്ല. അത് കാരണമാണ് വീഡിയോയിലും കാര്യങ്ങൾ ക്ലിയറായിട്ട് കാണാത്തത്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അവിടെ ചെയ്യുന്നത്. പക്ഷേ വീഡിയോ ഷൂട്ട് ചെയ്യലും വാൽവ് ലോക്ക് ചെയ്യലും എല്ലാം കൂടെ ബുദ്ധിമുട്ടായി. അവിടെ ഒരു കൺജസ്റ്റഡ് ആയതുകൊണ്ടാണ് ബുദ്ധിമുട്ട്. ഇപ്പോൾ കണ്ടോ, കറക്റ്റായിട്ട് മൂവ് ആവുന്നുണ്ട്. ടൈറ്റും അല്ല ലൂസും അല്ല, ആ ഒരവസ്ഥയിൽ സെറ്റായിട്ടുണ്ട്. ചെറിയ രീതിയിൽ അടി വരുന്നുണ്ട്, അത് കുഴപ്പമില്ല. സ്റ്റോക്ക് സെറ്റപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ്. ചെറിയ രീതിയിൽ അടി ഉണ്ടെന്നുണ്ടെങ്കിലും വണ്ടി സ്റ്റാർട്ടിങ്ങിൽ ശബ്ദമൊന്നും കേൾക്കില്ല. ഓക്കെ, അപ്പോൾ നമുക്കിനി എക്സോസ്റ്റിലേക്ക് കിടക്കാം. നമ്മൾ അയച്ച സമയത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫില്ലർ ഗേജ് കയറുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ കറക്റ്റായിട്ട് കയറുന്നുണ്ട്. അത് മാത്രമല്ല, അയച്ച സമയത്ത് റോക്കർ പിടിച്ച് കൈകൊണ്ട് ഇളക്കുമ്പോൾ അടിക്കാത്തൊരവസ്ഥയായിരുന്നു. ഇപ്പോൾ ചെറിയ രീതിയിലുള്ള അടിപ്പ് വന്നിട്ടുണ്ട്. അതായത് ക്ലിയറൻസ് ക്ലിയർ ആയി എന്നർത്ഥം. മാനുഫാക്ചർ റെക്കമെൻഡഡ് സൈസിലേക്ക് നമ്മളിപ്പോൾ ഇത് സെറ്റ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് അടുത്ത എക്സോസ്റ്റിൻ്റെ നെറ്റ് ലൂസ് ചെയ്യാം. ഈ പറഞ്ഞ പ്രൊസീജിയേഴ്സ് സെയിം അവിടെയും കണ്ടിന്യൂ ചെയ്യാം. പക്ഷേ ഫീലർ ഗേജിൻ്റെ ലീഫിൻ്റെ സൈസ് മാറ്റമുണ്ട്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് 0.13 mm ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യണം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആ ഫീലർ ഗേജ് ടൈറ്റ് ലൂസും അല്ലാത്ത കണ്ടീഷനിൽ വെച്ച് നമ്മൾ ലോക്ക് നെട്ട് അടുപ്പിച്ചു. ഇനി നമ്മൾ ഹോൾഡർ പിടിപ്പിച്ച് ബാക്കി ലോക്ക് നെട്ട് കൊണ്ട് ലോക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആ മെഷർമെൻറ്റ് ഏകദേശം കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി ലോക്ക് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും ഒന്നുകൂടി ചെക്ക് ചെയ്യാം. കറക്റ്റല്ല, മെഷർമെൻറ്റ് നമ്മൾ നേരത്തെ വെച്ച് മാറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും ലൂസ് ചെയ്ത് വീണ്ടും അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. വീണ്ടും ഫീലർ ഗേജ് ഇതാ കാണുന്ന പോലെ നേരത്തെ ഇൻടേക്ക് ചെയ്തപ്പോൾ കറക്റ്റ് കണ്ടിട്ടില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കാണാം, നമ്മൾ ടൈറ്റ് ചെയ്ത് ലോക്കിങ് പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ചെറിയ അടിപ്പ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഫീലർ ഗേജ് ഇതാ ഇതുപോലെയാണ് അതിനിടയിലേക്ക് കയറ്റി വയ്ക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ടൈറ്റാണ് എന്നാൽ ഫ്രീയുമാണ്. ആ ഒരു കണ്ടീഷനിലാണ് മൂവ് ചെയ്യുന്നത്. അത് ഓക്കെയാണ്. ഇനി ശബ്ദം എന്തെങ്കിലും ഉണ്ടെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കണം. സ്റ്റാർട്ട് ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ മിനിമം പ്ലഗ്, വാൾവ് കവർ, അതുപോലെ സൈഡിൽ നിന്ന് അഴിച്ച 2 ക്യാപ്പ് ഇത്ര ഇട്ടതിന് ശേഷം മാത്രമേ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഇത്രയും സാധനങ്ങൾ പിടിപ്പിക്കാം, വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയിട്ടുണ്ട്. ഈ വർക്ക് ചെയ്യുമ്പോൾ വണ്ടി തണുത്ത കണ്ടീഷനിൽ തന്നെ ചെയ്യണം. ചൂടായി ചെയ്ത് കഴിഞ്ഞാൽ മെഷർമെൻറ്റ് തെറ്റും, അതുപോലെ തന്നെ വർക്ക് ചെയ്യാനും ബുദ്ധിമുട്ടാവും. വാൾവോ സിലിണ്ടറോ ഹീറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ മെഷർമെൻറ്റ് കറക്റ്റ് ആവില്ല. അതുകൊണ്ട് കോൾഡ് കണ്ടീഷനിൽ മാത്രം ചെയ്യണം ഈ വർക്ക്. അടുത്തായിട്ട് നമുക്ക് അഴിച്ച വാൾവ് കവർ പിടിപ്പിക്കാം. ഗ്യാസ്കറ്റ് ലീക്കോ കാര്യങ്ങളോ ഉണ്ടോയെന്ന് നോക്കുക, കറക്റ്റ് ആക്കുക, തിരിച്ചിതുപോലെ പിടിപ്പിക്കാം. ഇതുപോലെ ഫിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞ് ഓരോ ബോൾട്ടുകളായിട്ടിട്ട് അത് അടുപ്പിച്ച് വെക്കാം. ടൈറ്റ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട്, അല്ലെങ്കിൽ മാക്സിമം ടോർക്ക് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ക്രോസിൽ ഓപ്പോസിറ്റായിട്ട് മാത്രം ഇത് ടൈറ്റ് ചെയ്ത് വരാം. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ പാക്കിംഗ് കറക്റ്റായിട്ട് പ്രസ് ആവില്ല. അതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് എല്ലാ ബോൾട്ടുകളും ഇട്ടിട്ട് ഇതൊന്ന് മാക്സിമം അടുപ്പിക്കാം.
അടുത്തായിട്ട് ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്ലഗ് ക്ലീൻ ചെയ്യുക, അത് കഴിഞ്ഞ് പ്ലഗ് തിരിച്ച് പിടിപ്പിക്കാം. പ്ലഗ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പ്ലഗിൻ്റെ അഡാപ്റ്റർ, അതുപോലെ തന്നെ നേരത്തെ അയച്ച ബ്രീത്തറിൻ്റെ ഹോസ് തിരിച്ചു പിടിപ്പിക്കുക. അതിൻ്റെ ക്ലിപ്പ് ഒരു പ്ലെയർ വെച്ചിട്ട് കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഫ്ലൈ വീലിൻ്റെ ക്യാപ്പ്, അതുപോലെ ടൈമിങ്ങിൻ്റെ ഇൻസ്പെക്ഷൻ്റെ ക്യാപ്പ്, ഇത് രണ്ടും തിരിച്ച് പിടിപ്പിക്കുക. ആ വാഷറും പ്ലെയറും ഉപയോഗിച്ച് നമ്മൾ അഴിച്ച പോലെ തന്നെ ടൈറ്റ് ചെയ്ത് വയ്ക്കുക. ഇത്രയും വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. എന്തെങ്കിലും ലീക്കേജോ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ളത്, അതും സൗണ്ട് ഡിഫറൻസ് എല്ലാം വേണമെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നില്ല, നമ്മൾ ബാക്കി വർക്കും കൂടെ ഫിനിഷ് ചെയ്യാൻ പോവുകയാണ്. അയച്ചെടുത്ത പാർട്സ് എല്ലാം തിരിച്ച് ഫിറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇത്രയാണ് വർക്കുള്ളത്. ഇനി നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, സൗണ്ട് കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടെന്ന്. വർക്കിംഗ് ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. സൗണ്ട് ഒന്നും കൂടെ ഒന്ന് ട്വിസ്റ്റ് ആയ പോലെ തോന്നുന്നുണ്ട്. ഗ്യാസിൻ്റെ സൗണ്ടാണെന്നുണ്ടെങ്കിൽ എക്സോസിൻ്റെ സൗണ്ട് ഒന്നും കൂടെ ഒന്ന് ക്ലിയർ ആയ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇത്രയാണ് നമ്മൾ വർക്കുള്ളത്. നമ്മൾ കോപ്പിറൈറ്റിൻ്റെ ഒരു ഇഷ്യൂ കാരണം ചെറുതായ രീതിയിൽ സൗണ്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എനിവേ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ കാണാം. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം.